ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും സുഖം തന്നെ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പൊട്ടാറ്റോടിയാണ്. ഞാൻ പാലക്കുന്ന് വീട്ടിലാണെന്നില്ല. അപ്പോൾ ചായക്ക് പറഞ്ഞാൽ കടലക്കഞ്ഞിയും നല്ല ചൂട് പാല് ചായയാണ്. കടലക്കഞ്ഞി അറിയാലോ, കടലയും അരിയെല്ലാം ഇട്ടിട്ട് ആക്കുന്നില്ലേ, നമ്മുടെ ഇങ്ങോട്ടെല്ലാം കടലക്കഞ്ഞിയെല്ലാം പറയും, പൊങ്ങിച്ചോറ് പറയും, അങ്ങനെയല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടമാണ് അത്. പിന്നെ അതാ അപ്പോൾ ഇതാ അവിടെ കഴിക്കുന്നുണ്ട്. ഓനതിന് മുകളിൽ കറി ഒഴിച്ചു, ശില്പേച്ചിക്ക് വിളമ്പുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും അവിടെ ഇരുന്നിട്ടുണ്ട്. ഇതാ വീണീച്ചയുണ്ട്, ഇതാ മമ്മിയുണ്ട്. മമ്മി മുത്താറിൻ്റെ ദോശയാണ് കഴിക്കുന്നത്, അതിൽ കറിയെല്ലാം പോന്നിട്ട്. അങ്ങനെ അടിപൊളി കടലക്കഞ്ഞി കഴിച്ചു. ഉച്ചക്ക് ഓഫീസിലെത്തിയ ശേഷം നമ്മൾ സ്ഥിരമായ തായ ഹോട്ടലിലെ അമ്മ ഹോട്ടലിലാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. ഇതാ സാമ്പാറുണ്ട്, മീൻകറിയുണ്ട്, കച്ചമ്പറുണ്ട്, കോയക്ക പുളിയച്ചാറുണ്ട്, പപ്പടുണ്ട്. എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ ഞാൻ നേരത്തെ വെച്ചു. പിന്നെയാണ് മീൻ വരുന്നത്. അങ്ങനെ കെട്ട മീൻ വാങ്ങിച്ചതാണ്. അടിപൊളി പൊരി മീനായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ കൂടെ ആരാന്ന് ഇല്ലെന്ന് പറയുന്നത് രേഷ്മ. ഞാൻ നേരത്തെ ചോറ് വയ്ക്കാൻ തുടങ്ങിയത് കൊണ്ട് വെച്ചിരിക്കാൻ തുടങ്ങിയായിരുന്നു. ഷാരികയാണ് എൻ്റെ കൂടെ ഇല്ലത് കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ മുസ്തഫൻ്റെ അടുത്ത് അവിടെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ചായ കുടിച്ചു. എന്തെല്ലാം പറഞ്ഞാൽ ഈ പബ്സ് ഉണ്ടായിരുന്നു, പിന്നെ പഴംപൊരി. അങ്ങനെ നമ്മൾ 3 പേരുണ്ടായിരുന്നു. അങ്ങനെ രാത്രി വീട്ടിലെത്തിച്ചാകുമ്പോൾ പിന്നെയും വീണ്ടും ചോറ് കാമ്പ് ഉപ്പിലിട്ടിട്ടുണ്ട്, അതും മുട്ട റോസ്റ്റ്, പിന്നെ ലിവർ ഫ്രൈ, പിന്നെ കൂമ്പ് വറവ്, പിന്നെ പൊരിച്ചതുണ്ടായിരുന്നു, മുട്ട റോസ്റ്റ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഹെവി ആയിരുന്നു. അടിപൊളിയായിരുന്നു ഫുള്ള്. ഞാൻ പലക്കും നിൽക്കുമ്പോൾ അധികം നിൽക്കുന്ന സമയത്ത് വെയിറ്റ് കൂടുന്നെങ്കിൽ ഒരു റെസ്റ്റ് ഇല്ല. അപ്പോഴും തീറ്റ തന്നെ പണിയാണ് എനിക്ക്. മീൻ പൊരിച്ചത്, അത് എന്തോ മീൻ പേരൊന്നും എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ വട്ട ടുഡേ പറഞ്ഞാൽ ഗംഭീരമായിരുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ബൈ.